ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് 5 മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സെക്കൻഡ് സെമ്മായ BA എക്കണോമിക്സ് ആണ്. നമ്മൾ ഓൾറെഡി അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ എന്താണ് റോൾ ഓഫ് ദ പാർലമെൻറ്റ് എന്താണെന്ന് നോക്കി. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നതാണ് എന്താണ് റോൾ ഓഫ് ദ എക്സിക്യൂട്ടീവ് ഇൻ ദ ബഡ്ജറ്റ് പ്രോസസ്സ്. അപ്പോൾ ഇതിൽ ഇനി എക്സിക്യൂട്ടീവിൻ്റെ പങ്ക് എന്താണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ ആർക്കാണോ അധികാരമുള്ളത് അവരെയാണ് ഇവിടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇവിടെ അപ്പം അതായത് ഒരു പാർലമെൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ആരാണ്? അപ്പം പ്രൈം മിനിസ്റ്റർ, അതായത് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കാൻ ആരെ കൊണ്ടാണ് പറ്റുന്നത് അവരെയാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ബഡ്ജറ്റ് പ്രക്രിയയിൽ എക്സിക്യൂട്ടീവിൻ്റെ പങ്ക് അല്ലെങ്കിൽ റോൾ ഓഫ് ദ എക്സിക്യൂട്ടീവ് എന്താ നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യ എക്സാബ്ലിഷ്ഡ് എ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് ദ എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ദ പാർലമെൻറ്റ് ഫോർ ഇറ്റ് പോളിസീസ് ആൻഡ് ആക്ഷൻസ്. അതായത് ഇന്ത്യൻ ഭരണഘടന ഒരു പാർലമെൻറ്റ് രീതിയിലുള്ള ഗവൺമെൻറ്റാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ എക്സിക്യൂട്ടീവ് പാർലമെൻറ്റിനോട് അതിൻ്റെ നയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഉത്തരവാദിയാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെൻ്ററി എന്ന് പറഞ്ഞ രീതി എന്ന് പറഞ്ഞ ഗവൺമെൻറ് രീതിയാണ്. അതായത് ഒരു തലവൻ ഉണ്ടാവും, ഒരു ലീഡർ ഉണ്ടാവും, അതിൻ്റെ അടിയിലേക്ക് അത് ഭരിക്കുന്ന ഒരാളുണ്ടാവും. അങ്ങനെ അങ്ങനെ ഓരോ അപ്പോൾ ഉയർന്ന ആളുടെ അങ്ങനെ താഴ്ന്ന ലെവലായിക്കാണ്ടായിരിക്കും പാർലമെൻറ്റിലും ഉണ്ടാവുക. അതായത് ഗവൺമെൻറ്റിൻ്റെ അതേ രീതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അങ്ങനത്തെ രീതി തന്നെയാണ് പാർലമെൻറ്റിലുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ അപ്പം നയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ആര് ഉത്തരവാദിയാണ്? ആ ഒരു ലീഡർ, അത് ആരാണോ പാർലമെൻറ്റിൽ നോക്കുന്നത് അല്ലെങ്കിൽ ആരാണ് പാർലമെൻറ്റിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ആ ഒരു ലീഡറിന് ഉത്തരവാദിയാണ് ആ നയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമൊക്കെ. അപ്പോൾ അത് നോക്കി നടത്തേണ്ട ആരാണ്? ആ ലീഡറാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹോൾഡ് ദ എക്സിക്യൂട്ടീവ് അതോറിറ്റി ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ്. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിക്കുണ്ട്. അത് നേരിട്ടോ അല്ലാതെയോ ഉദ്യോഗസ്ഥർ വഴിയോ അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു അധികാരം രാഷ്ട്രപതിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നമ്മുടെ ബഡ്ജറ്റിൻ ടൈമിൽ. ഇനി അടുത്ത പോയിന്റാണ് ദ പ്രസിഡന്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷനലി ഒബ്ലിഗേറ്റഡ് ടു ആക്ട് ഓൺ കൗൺസിൽസ് ഓഫ് മിനിസ്റ്റേഴ്സ് ലീഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കി രാഷ്ട്രപതിക്ക് അപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ അധികാരമുണ്ട്. പക്ഷെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ത് അഡ്വൈസാണ് കൊടുക്കുന്നത് അത് സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് ആർക്ക്? അപ്പോൾ പ്രസിഡന്റിന് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. മിനിസ്റ്റർ ഈസ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിൾ ഫോർ ദ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻസ് ഓഫ് ദ മിനിസ്റ്ററി അണ്ടർ ഹിസ് റേഞ്ച്. അതായത് അപ്പോൾ മന്ത്രിക്ക് തൻ്റെ ചുമതലയിലുള്ള മന്ത്രാലയത്തിൻ്റെ കാര്യക്ഷമമായ ഭരണത്തിന് വ്യക്തിഗതമായ ഉത്തരവാദിത്തമുണ്ട് എന്നതാണ്. പിന്നെ അതേപോലെ ലാസ്റ്റത്തെ പോയിന്റാണ് ബഡ്ജറ്റ് തയ്യാറാക്കൽ പ്രക്രിയയിൽ വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സംഘടനകളുടെ റോളുകൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെയാണ് ഇനി മന്ത്രാലയങ്ങളും അതേപോലെ വകുപ്പുകളും സംഘടനകളും ഒക്കെ ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ റോൾ ഓഫ് ദ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആണ്, അല്ലെങ്കിൽ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ പങ്ക് എന്താ നോക്കാം. അതായത് അപ്പോൾ ഫിനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും നിയന്ത്രിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. അതായത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഹാസ് ബീൻ പ്ലേഡ് എ ക്രിറ്റിക്കൽ റോൾ ഇൻ ദ പ്രിപ്പയറിംഗ് ദ ബഡ്ജറ്റ്. അതായത് ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിൽ ധനകാര്യ മന്ത്രാലയം നിർണായക പങ്കാണ് വഹിക്കുന്നത് ബഡ്ജറ്റിൻ്റെ ടൈമിൽ. ഇപ്പം നടത്തിപ്പിനും കാര്യത്തിനൊക്കെ ആയാലും ഒരുപാട് വകുപ്പുകൾ കൂടി ചേർന്നതാണ് ഒരു മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് നോക്കാം. അപ്പോൾ 6 ഡിപ്പാർട്ട്മെൻറ്റാണ് മിനിസ്റ്റർ ഓഫ് ഫിനാൻസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് സാമ്പത്തിക കാര്യ വകുപ്പ്, ചെലവ് വകുപ്പ്, റവന്യൂ വകുപ്പ്, 4ാമത് ധനകാര്യ സേവന വകുപ്പ്, 5ാമത് നിക്ഷേപ പൊതു ആസ്തി മാനേജ്മെൻറ്റ് വകുപ്പ്, 6ാമത് പൊതു സംരംഭങ്ങളുടെ വകുപ്പ്. അപ്പോൾ ഇത്രയും വകുപ്പുകളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ദ ഗവൺമെൻറ് ഫിനാൻസ് ഹാസ് ട്രഡീഷണലി ബീൻ കൺട്രോൾഡ് ബൈ ദ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ്. അതായത് പണ്ട് മുതലേ ധനകാര്യ മന്ത്രാലയമാണ് അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആണ് സർക്കാരിൻ്റെ ധനകാര്യം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ്ജറ്റ് ഡിവിഷനാണ് കേന്ദ്ര ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളത്. പിന്നെ അതേപോലെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ തലവനായ
ധനമന്ത്രിയാണ് കേന്ദ്ര ബഡ്ജറ്റ് പാർലമെന്ററിയിൽ അവതരിപ്പിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി നോക്കിയിരിക്കണം. കാരണം പാർലമെന്റ് ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ആരാണ്? നമ്മൾ ധനകാര്യ മന്ത്രാലയത്തിന്റെ തലവനായ ധനമന്ത്രിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ റോൾ ഓഫ് ദ മിനിസ്റ്റർ ഓഫ് ഫിനാൻസിൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അപ്പോൾ ഇനി നോക്കാനുള്ളത് റോൾ ഓഫ് ദ ബഡ്ജറ്റ് ഡിവിഷൻ ആണ്. അതായത് മിനിസ്റ്റർ ഓഫ് ഫിനാൻസിലെ സാമ്പത്തികകാര്യ വകുപ്പിന്റെ ബഡ്ജറ്റ് ഡിവിഷൻ ആണ് കേന്ദ്ര ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന്റെ ഉത്തരവാദിത്തമുള്ളത്. അതായത് ബഡ്ജറ്റിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യല് ബഡ്ജറ്റ് ഡിവിഷൻ ആണ്. അതായത് ബഡ്ജറ്റ് തയ്യാറാക്കി പാർലമെന്റ് സമർപ്പിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. കാരണം സമർപ്പിക്കുന്നത്, അതായത് ബഡ്ജറ്റ് തയ്യാറാക്കി പാർലമെന്റ് കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യല് ഈ ബഡ്ജറ്റ് ഡിവിഷൻ ആണ്. അപ്പോൾ വരുമാനത്തിന്റെയും ചെലവിന്റെയും വാർഷിക എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കൽ, അതേപോലെ കൈകാര്യം ചെയ്യൽ, നിയന്ത്രിക്കൽ, വിലയിരുത്തൽ എന്നിവ ബഡ്ജറ്റ് ഡിവിഷന്റെ റോളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യൽ ആരാണ്? അതായത് ബഡ്ജറ്റിന്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ലെവലിലാക്കി സമർപ്പിക്കൽ, ആ ഒരു മന്ത്രിക്ക് കൊടുക്കൽ ആരാണ്? ബഡ്ജറ്റ് ഡിവിഷൻ ആണ്. പിന്നെ അതേപോലെ തന്നെ ധനമന്ത്രിയുടെ പേരിൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ എല്ലാ മന്ത്രാലയങ്ങൾക്കും സർക്കാർ വകുപ്പുകൾക്കും ബഡ്ജറ്റ് ഡിവിഷൻ സാങ്കേതികവും ഭരണപരവുമായ പിന്തുണ നൽകുന്നു. അപ്പോൾ ധനനയ രൂപീകരണത്തിനും ഭരണനിർവഹണത്തിനുമുള്ള മന്ത്രിയുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ 1961 ഇന്ത്യ ഗവൺമെന്റിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ബഡ്ജറ്റ് ഡിവിഷന്റെ ചില പ്രധാന പ്രവർത്തന റോളുകളാണ് ഇനി നോക്കാനുള്ളത്. അപ്പം ബഡ്ജറ്റ് ഡിവിഷനിൽ അതിലൊന്നാമത്താണ് ബഡ്ജറ്റ് തയ്യാറാക്കൽ. അപ്പോൾ ബഡ്ജറ്റിന്റെ എല്ലാ കാര്യവും തയ്യാറാക്കൽ ആരാണ്? അപ്പം ബഡ്ജറ്റ് ഡിവിഷനാണ്. പിന്നെ അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ബജറ്ററി സ്ഥാനം നിരീക്ഷിക്കൽ, അതൊക്കെ അപ്പം ബഡ്ജറ്റ് ഡിവിഷന്റെ റോളാണ്. പിന്നെ കേന്ദ്ര സർക്കാരിന്റെയും സർക്കാർ ഗ്യാരണ്ടിയുള്ള സ്ഥാപനങ്ങളുടെയും മാർക്കറ്റ് കടമെടുക്കൽ പരിപാടി കൈകാര്യം ചെയ്യൽ. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ മാർക്കറ്റ് വായ്പകളുടെ ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യൽ, ക്യാഷ് മാനേജ്മെന്റിന്റെ മുതലായവയൊക്കെ ആരെ നോക്കൽ? അപ്പോൾ ബഡ്ജറ്റ് ഡിവിഷനാണ്. പിന്നെ അടുത്ത പോയിന്റാണ് NSSF അല്ലെങ്കിൽ നാഷണൽ സ്മെൽ സേവിംഗ് ഫണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കടമെടുക്കൽക്കും പിന്നെ അതേപോലെ വായ്പകൾക്കും പലിശ നിരക്കുകൾ തീരുമാനിക്കുന്നത് അപ്പോൾ ബഡ്ജറ്റ് ഡിവിഷനാണ്. പിന്നെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 151 പ്രകാരം അപ്പോൾ പാർലമെന്റിന് മുന്നിൽ ഓഡിറ്റ് റിപ്പോർട്ടുകൾ സമർപ്പിക്കൽ എന്നിവയും ബഡ്ജറ്റ് ഡിവിഷനാണ്. ഇനി ബഡ്ജറ്റിന്റെ പ്രധാന ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. അതായത് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബഡ്ജറ്റ് ഡിവിഷൻ ഈസ് ടു എൻഷുവർ പ്രോപ്പർ സ്ക്രൂട്ടിനി ഓഫ് റെസിപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ. അതായത് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകൾ, റിവൈസ്ഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്, പിന്നെ അതേപോലെ വിവിധ ബഡ്ജറ്റ് രേഖകളുടെ അനുബന്ധ പ്രസ്താവനകൾ, അനുബന്ധനങ്ങൾ എന്നിവ തയ്യാറാക്കുന്ന പ്രക്രിയയിൽ റെസീപ്റ്റ്, ചെലവ് എസ്റ്റിമേറ്റുകൾ കൃത്യമായി പരിശോധിക്കുന്നത് ഉറപ്പാക്കുക എന്നതാണ് ബഡ്ജറ്റ് ഡിവിഷന്റെ പ്രധാന ഉത്തരവാദിത്തം. അതായത് ബഡ്ജറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആയിക്കോട്ടെ, റിവിഷൻ എസ്റ്റിമേറ്റ് ആയിക്കോട്ടെ, അപ്പോൾ എല്ലാതും ചെലവും റെസീപ്റ്റും കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അപ്പോൾ ബഡ്ജറ്റ് ഡിവിഷനാണ്. അത് കറക്റ്റായിക്കാണ് നോക്കുക. അതാണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നോക്കാതെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, അതായത് ചെലവ് വകുപ്പിനെ പറ്റിയാണ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ പൊതു ധനകാര്യ മാനേജ്മെന്റ് സംവിധാനവും അതേപോലെ സംസ്ഥാന ധനകാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്ന ഒരു നോഡൽ വകുപ്പാണ് ചെലവ് വകുപ്പ്. അതായത് ഈ രണ്ട് കേന്ദ്ര ആയിക്കോട്ടെ അതേപോലെ സംസ്ഥാനം ആയിക്കോട്ടെ, എല്ലാ ധനകാര്യം സംബന്ധിച്ച് ചെലവ് എന്തൊക്കെ വന്നു കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും നോക്കുന്നതും ഒക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചറിലാണ്. അതേപോലെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് ടൈമിൽ നല്ല റോള് വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് കേട്ടോ. പിന്നെ അതേപോലെ സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ട ചെലവുകൾ, സാമ്പത്തിക ചിട്ടങ്ങളും ചട്ടങ്ങളും എല്ലാ കാര്യങ്ങളും, അതേപോലെ സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ, ജീവനക്കാരൻ്റെ ശമ്പളം ആയിക്കോട്ടെ, അതേപോലെ സർക്കാർ അക്കൗണ്ടിങ്ങിൻ്റെ പൊതു തത്വങ്ങളായിക്കോട്ടെ, പൊതുമേഖല സ്ഥാപനങ്ങളുടെ മൂലധന പുനഃസംഘടന തുടങ്ങിയവയാണ് ചെലവ് വകുപ്പിന്റെ ചുമതല എന്ന് പറയുന്നത്, അല്ല റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ റവന്യൂ കമ്മി ഗ്രാൻറ്റുകൾ, ദുരന്ത നിവാരണ ഫണ്ട്, പിന്നെ അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാൻറ്റുകൾ, പിന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം, മറ്റു പ്രത്യേക ഉദ്ദേശ ഗ്രാൻറ്റുകൾ എന്നിവ ഉൾപ്പെടുന്ന ധനകാര്യ കമ്മീഷൻ അവാർഡിന്റെ ഭാഗമായ ഗ്രാൻറ്റുകൾ ചെലവ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ അത് കൂടാതെ എന്തൊക്കെയാണ്? അപ്പോൾ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, ആരോഗ്യം
ആരോഗ്യം ആയിക്കോട്ടെ, ഗ്രാന്റ് ആയിക്കോട്ടെ, ഇല്ല നിവാരണ ഫണ്ട് ആയിക്കോട്ടെ, എല്ലാത്തിനും ചെലവും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചറിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചറിനെ പറ്റി പറയാൻ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി പറയാൻ പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്റ്റേഴ്സിനെ പറ്റിയാണ്. അതായത് ഭരണ മന്ത്രാലയങ്ങളെ പറ്റിയാണ്. അപ്പോൾ അത് ബഡ്ജറ്റ് ടൈമിൽ അപ്പോൾ ഓരോ മന്ത്രാലയത്തിൻ്റെ വകുപ്പിൻ്റെയും ചീഫ് അക്കൗണ്ടിംഗ് അതോറിറ്റിയുടെ അവരുടെ മന്ത്രാലയത്തിൻ്റെയും വരുമാനം ശേഖരിക്കുന്നതിനും ചെലവ് നിയന്ത്രിക്കുന്നതിനും ഉത്തരവാദിത്യമുണ്ട്. അതായത് ഓരോ വരുമാനം ശേഖരിക്കുന്നതും അതുപോലെ ചെലവിൻ്റെ നിയന്ത്രണം കാര്യങ്ങളൊക്കെ ആ ബഡ്ജറ്റിൻ ടൈം ഡിസ്കസ് ചെയ്യുന്നതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്റ്റേഴ്സാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഓരോ മന്ത്രാലയത്തിൻ്റെയും ചീഫ് അക്കൗണ്ടിംഗ് അതോറിറ്റി എന്ന നിലയിൽ ഓരോ മന്ത്രാലയത്തിൻ്റെയും സെക്രട്ടറി സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെയും ചീഫ് കൺട്രോളർ ഓഫ് അക്കൗണ്ട്സിൻ്റെയും ഉപദേശപ്രകാരം ഈ പ്രവർത്തനം നിർവഹിക്കുന്നു. അതായത് വരുമാനം ആയിക്കോട്ടെ ശേഖരിക്കുന്നു, ചെലവ് നിയന്ത്രിക്കുന്നു, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതൊക്കെ ഈ പ്രവർത്തനം നിർവഹിക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്റ്റേഴ്സ് ആ ഒരു ഡ്യൂട്ടി മാത്രമാണ് ടോലി ചെയ്യുന്നത്. ആ ഒരു കാര്യം ഓർമ്മിച്ചേക്കാം കേട്ടോ. ഇനി പറയാനുള്ളത് അപ്പോൾ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ സാമ്പത്തിക ഉപദേഷ്ടാക്കളെ പറ്റിയാണ്. അതായത് ധനകാര്യ മന്ത്രാലയത്തിന് വേണ്ടിയും അല്ലെങ്കിൽ സാമ്പത്തിക ഉപദേശം, ബഡ്ജറ്റ്, അക്കൗണ്ടുകൾ, ചെലവ് നിയന്ത്രണം അല്ലെങ്കിൽ ഓഡിറ്റ് മുതലായവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നതിനായി ഒരു മന്ത്രാലയത്തിനോ വകുപ്പിലോ സർക്കാർ നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് സാമ്പത്തിക ഉപദേഷ്ടാവ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു വകുപ്പ് നോക്കി നടത്തുന്ന ഒരാളാണ് ആര് ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞത്. അതായത് എന്തെങ്കിലും പറ്റാത്ത കാര്യം ഉണ്ടെങ്കിൽ ഇതിങ്ങനെയാണ് ഉപദേശിക്കാനും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരാളെയാണ് സാമ്പത്തിക ഉപദേഷ്ടാവ് അല്ലെങ്കിൽ ഫിനാൻസ് അഡ്വൈസർ എന്ന് പറയുന്നത്. അതായത് ധനകാര്യ മന്ത്രാലയത്തിൽ നോക്കുന്നതിനൊപ്പം വകുപ്പിൻ്റെ സെക്രട്ടറി ഉപദേശിക്കാനും ധനകാര്യ ഉപദേഷ്ടാവിന് ഒരേ സമയം ഉത്തരവാദിത്തമുണ്ട്. അതായത് അത് നോക്കുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും തെറ്റ് വരാണെങ്കിൽ അപ്പോൾ സെക്രട്ടറിയെ ഉപദേശിക്കാനും കാര്യങ്ങൾ പറയാനും ആർക്ക് ഉത്തരവാദിത്തമുണ്ട്? ഫിനാൻഷ്യൽ അഡ്വൈസിന് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ 2006 ജൂൺ 1 പുറപ്പെടുവിച്ച പുനർനിർമ്മിച്ച സാമ്പത്തിക ഉപദേഷ്ടാക്കളുടെ ചാർട്ട് പ്രകാരം ബഡ്ജറ്റ് രൂപീകരണത്തിനും ധനകാര്യ ഉപദേഷ്ടാക്കൾ ഉത്തരവാദികളായിരിക്കും. അതായത് ബഡ്ജറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പം ഫിനാൻഷ്യൽ അഡ്വൈസിന് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് പറഞ്ഞത്. അതേപോലെ അതായത് ആഭ്യന്തര ധനകാര്യ വിഭാഗത്തിന് പുറമെ ബഡ്ജറ്റ്, അക്കൗണ്ടൻസി വിഭാഗങ്ങളുടെ ചുമതല IFAക്കാണ്. അതായത് ഫിനാൻഷ്യൽ അഡ്വൈസിന് ആണ്. അപ്പോൾ ഇനി നോക്കുന്ന ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നതാണ്. അതായത് FRBയുമായി ബന്ധപ്പെട്ട ജോലികൾ, പിന്നെ ചെലവ്, പിന്നെ പണ മാനേജ്മെൻറ്റ്, പിന്നെ പ്രോജക്റ്റ് അല്ലെങ്കിൽ പരിപാടി രൂപീകരണം, പിന്നെ വിലയിരുത്തൽ, നിരീക്ഷണം, പിന്നെ നിർദ്ദേശങ്ങളുടെ സ്കീനിങ്, പിന്നെ മേഖലാ വികസനവുമായി വികസനത്തിനായി ബഡ്ജറ്റ്, ഇത്തരം വിഭവങ്ങളുടെ പ്രയോജനപ്പെടുത്തൽ, പിന്നെ നികുതിയേതര റെസീറ്റുകളിൽ നികുതി ചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് അപ്പോൾ അഡ്വൈസറിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉൾപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കേട്ടോ ഫിനാൻഷ്യൽ അഡ്വൈസിൻ്റെ. അപ്പോൾ ഇനി പറയാനുള്ളത് അതായത് ഫിനാൻഷ്യൽ അഡ്വൈസർ ബഡ്ജറ്റിംഗ് ടൈമിൽ എന്തൊക്കെയാണ് ചെക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ ബഡ്ജറ്റ് സർക്കുലർ അനുസരിച്ച് ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിനുള്ള ഷെഡ്യൂൾ പാലിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും മന്ത്രാലയങ്ങൾക്കും അപ്പം നിർദ്ദേശങ്ങളും സൂചനകളും നൽകുക. അത് ചെയ്യണത് ആരാണ്? നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുക്കല്ലേ. പിന്നെ അതേപോലെ ധനകാര്യ മന്ത്രാലയത്തിന് അയക്കുന്നതിന് മുമ്പ് ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ സമഗ്രമായി പരിശോധിക്കൽ ആരാണ്? നമ്മുടെ ഫിനാൻസ് അഡ്വൈസറാണ്. പിന്നെ അതേപോലെ ഗ്രാൻറ്റുകൾക്കായുള്ള സപ്ലിമെൻ്ററി ഡിമാൻഡുകൾക്കായുള്ള നിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ, പിന്നെ അതേപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട്, പിന്നെ അപ്രോപ്രിയേറ്റ് അക്കൗണ്ട്സ്, പിന്നെ റിപ്പോർട്ട്സ് ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, പിന്നെ എസ്റ്റിമേറ്റ് കമ്മിറ്റി ആൻഡ് കമ്മിറ്റി ഓൺ ദ പബ്ലിക് കണ്ടക്ട്സ് എന്നീ റിപ്പോർട്ടുകൾക്കൊക്കെ പെട്ട നടപടി എടുക്കലൊക്കെ നമ്മൾ ഫിനാൻസ് അഡ്വൈസറാണ്. ലാസ്റ്റത്തെ പോയിൻ്റാണ്. പിന്നെ അതേപോലെ തന്നെ ബഡ്ജറ്റിന് മുമ്പുള്ള മീറ്റിങ്ങുകൾ അവസാനിച്ച ശേഷം ചെലവും കാര്യമൊക്കെ ബന്ധപ്പെട്ട ആ ഒരു ലാസ്റ്റത്തെ ബഡ്ജറ്റ്, അന്തിമ ബഡ്ജറ്റ് ആ ഒരു പ്രസ്താവന ബഡ്ജറ്റ് ഡിവിഷനിലേക്ക് അയക്കാൻ ധനകാര്യ ഉപദേഷ്ടാക്കളോട് ആവശ്യപ്പെടുന്ന ഫിനാൻസ് അഡ്വൈസറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻസ് മിനിസ്റ്റർ ചെക്ക് ചെയ്യലും പരിശോധിക്കലും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം.
ഇനി നോക്കാൻ പോകുന്ന റോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയെ പറ്റിയാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി. അതായത് എന്താണ് ഭരണഘടനാ സ്ഥാപനയുടെ പങ്ക്, എന്താണ് ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളതും അതുകൊണ്ട് രൂപീകരിക്കപ്പെട്ടതുമായ സ്ഥാപനങ്ങളെയാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 180 പ്രകാരം രൂപീകരിച്ച ധനകാര്യ കമ്മീഷനും അതേപോലെ തന്നെ ആർട്ടിക്കിൾ 148 പ്രകാരം CAG-യും അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്ന ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും ആ ഒരു ഭരണഘടന ഉണ്ടായത് കൊണ്ടാണ് അതെന്തായത്, അത് ഭരണഘടനാ സ്ഥാപനങ്ങളായത്. അപ്പോൾ അതാണ് ഇതിനൊരു ഉദാഹരണം. അത് ഭരണഘടനയിൽ ഉണ്ടായ കാര്യങ്ങളെയാണ് ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞത് കേട്ടോ. അതില്ല, ഇപ്പോൾ ഭരണഘടനയിൽ ഇല്ലെങ്കിൽ അത് ഭരണഘടനാ സ്ഥാപനം ഉൾപ്പെടുന്നതല്ല. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന 5 കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ അതിലൊന്ന് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്, പിന്നെ നീതി ആയോഗ്, പിന്നെ ഫിനാൻസ് കമ്മീഷൻ, പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ലാസ്റ്റത്താണ് അപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനി വിശദീകരിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയിൽ ഒന്നാമത്തതാണ് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ അക്കൗണ്ടിങ് കാര്യങ്ങളിൽ പ്രിൻസിപ്പൽ ഉപദേഷ്ടാവാണ്. അതായത് എല്ലാ അക്കൗണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് പ്രിൻസിപ്പൽ ഉപദേഷ്ടാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അഡ്വൈസർ എന്ന് പറയുന്നത്. അപ്പം അതായത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു കൺട്രോൾ ജനറലാണ്. പിന്നെ സാങ്കേതികമായി മികച്ച ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം സ്ഥാപിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും കേന്ദ്ര സർക്കാരിൻ്റെ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നതിനും സമർപ്പിക്കുന്നതിനും CGA ഉത്തരവാദിയാണ്. അതായത് എല്ലാ എന്താണ് അക്കൗണ്ട് കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടുമായി കണ്ട എല്ലാ കാര്യവും മാനേജ്മെൻറ്റിൻ്റെ എല്ലാ കാര്യവും ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് ഈ ഒരു കൺട്രോൾ ജനറൽ ഓഫ് അക്കൗണ്ട്സിലാണ്. പിന്നെ അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനായി ഖജനാവ് നിയന്ത്രിക്കുന്നതിനും ആന്തരിക ഓഡിറ്റുകൾ നടത്തുന്നതിനും CGA ആണ് മെയിനായിക്കാണ്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സിനെ പറ്റി പറയുന്നത്. മെയിനായിക്കാണ്ട് ഇത് തന്നെ, അക്കൗണ്ടും അതിൻ്റെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആണ് ഇനി നോക്കുന്നത്. ഇനി എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഫങ്ഷനാണ്, അപ്പം അതായത് CGAൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയാണ് ഓഫീസുകളിൽ മികച്ച ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റം സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതും CGAൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ധനമന്ത്രിക്കായി ചെലവ്, വരുമാനം, കടമെടുക്കൽ, കമ്മി എന്നിവയെക്കുറിച്ചുള്ള ഒരു വിശകലന റിപ്പോർട്ട് CGA എല്ലാ മാസവും തയ്യാറാക്കുന്നു. അപ്പോൾ ഇതൊക്കെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് CGA ചെയ്യുന്ന അപ്പോൾ ഫങ്ഷൻസ് ആണ്. പിന്നെ അതേപോലെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിനായി CGA വാർഷിക വിനിയോഗ അക്കൗണ്ടുകളും യൂണിയൻ ഫിനാൻസ് അക്കൗണ്ടുകളും തയ്യാറാക്കുന്നു. അപ്പോൾ ഇതൊക്കെ CGAൻ്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ ലാസ്റ്റത്തെ പോയിൻ്റാണ് കൺസുലേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യ, പിന്നെ കോണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ, പിന്നെ പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ 3 അക്കൗണ്ട്സ് നോക്കി നടത്തുന്നതും ഇടപാടുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഒക്കെ അപ്പോൾ കൺട്രോൾ ഓഫ് അക്കൗണ്ട്സിൽ പെട്ടതാണ്. പിന്നെ അതേപോലെ തന്നെ ഇനി അടുത്ത പോയിൻ്റാണ് CGA പാർലമെൻറ്റിൽ അപ്രോപ്രിയേഷൻ ഫിനാൻസ് അക്കൗണ്ടുകൾ തയ്യാറാക്കി സമർപ്പിക്കുന്നത് ബഡ്ജറ്റ് പ്രക്രിയയുടെ ചക്രം പൂർത്തിയാക്കുന്നു. അതായത് ഓരോ വർഷത്തെ കാര്യങ്ങളും ഒക്കെ അപ്പം അക്കൗണ്ടും കാര്യങ്ങളൊക്കെ സമർപ്പിക്കുമ്പോഴാണ് ആ ഒരു വർഷത്തെ കാര്യങ്ങളൊക്കെ അതോടെ കഴിയും. അതിനെയാണ് ചക്രം പൂർത്തിയാക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പോയിൻ്റാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടുകൾ വഴി മുൻ സാമ്പത്തിക വർഷത്തിൽ പാർലമെൻറ്റ് നടത്തിയ ചെലവുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടായ ചെലവുകളെക്കുറിച്ച് CGA പാർലമെൻറ്റിന് വ്യക്തമായ ഒരു ചിത്രം നൽകുന്നു. അതായത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടുകൾ വഴി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആ ഒരു അപ്രോപ്രിയേഷൻ ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ചെലവും കാര്യവും എന്തൊക്കെ ആ ഒരു വർഷത്തിൽ ഉണ്ടായൊക്കെ ആ ഒരു രേഖാചിത്രം ആരാ കൊടുക്കുന്നത്, അപ്പം അക്കൗണ്ടുമായി ബന്ധപ്പെട്ട CGA ആണ് ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അപ്രോപ്രിയേറ്റ് ബില്ലിൽ ആഡ് ചെയ്യണത്. അപ്പോൾ അതും ആ ഒരു CGAൻ്റെ ഫങ്ഷനാണ്.
ഇനി ലാസ്റ്റത്തെ പോയിന്റാണ് എല്ലാ ചെലവുകളും CGA കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ അതിലെന്തെങ്കിലും കൂടെ കുറയെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ബഡ്ജറ്റിൻ്റെ ടൈമിൽ വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കല്ലത് CGAക്കാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഫംഗ്ഷൻ അയക്കാണ്ട് അപ്പോൾ ഈ ഒരു അക്കൗണ്ട്സിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ് നീതി ആയോഗ്. അതെന്താ വിശദീകരിച്ച് നോക്കാം. അപ്പോൾ ഇനി പറയുന്നത് നീതി ആയോഗാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. അപ്പോൾ 1950-ലുള്ള പ്ലാനിംഗ് കമ്മിറ്റീൻ്റെ റീപ്ലേസ് ചെയ്തിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതി ഒക്കെ പ്ലാനിംഗ് കമ്മിറ്റീൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ ഒരു നീതി ആയോഗ് വന്നതോടെ പഞ്ചവത്സര പദ്ധതി അതോടെ ഒഴിവായിട്ടോ. പിന്നെ പഞ്ചവത്സര പദ്ധതി ആ ഒരു പ്ലാനിംഗ് കമ്മിറ്റിയിലോ നീതി ആയോഗിലോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റത്തെ അപ്പോൾ പഞ്ചവത്സര പദ്ധതിയായിരുന്നു ആ ഒരു വർഷം. അപ്പോൾ നീതി ആയോഗിൻ്റെ ഫുൾ ഫോമാണ് അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ, അതായത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആ ഒരു ടൈം 2015 അപ്പോൾ നരേന്ദ്രമോദി തന്നെയായിരുന്നു. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഗവൺമെൻറ് പല പല പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിന് ഗവൺമെൻറ്റിന് ഉപദേശം കൊടുക്കുക, അതാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഉപദേശക സമിതി കൂടിയാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ വേറെ ദൗത്യം കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിനെയാണ് തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഓരോ പുതിയ ഐഡിയാസൊക്കെ ചെയ്ത് പറയുന്നതിനെയാണ് ഇവിടെ തിങ്ക് ടാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നീതി ആയോഗിലില്ലേ. ഇനി നമുക്ക് നീതി ആയോഗിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷനാണ് തന്ത്രപരമായ പോളിസീസ് ഫോർമേറ്റ് ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരു തിങ്ക് ടാങ്ക് ആയി പ്രവർത്തിക്കുക, അതായത് ഒരു ചിന്താഭരണി പ്രവർത്തിക്കുക, അതായത് പുതിയ പുതിയ ഐഡിയാസ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നീതി ആയോഗിൻ്റെ ഫങ്ഷൻസ്. പിന്നെ മൂന്നാമത്തെ ഫങ്ഷൻസ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ആ ഒരു സഹകരണം ഇംപ്രൂവ് ചെയ്യുക. ഇനി നാലാമത്തെ ഫംഗ്ഷനാണ് ഇന്ത്യയുടെ പല ഡെവലപ്മെൻറ്റ് ബോഡീസിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ KCB, വാട്ടർ അതോറിറ്റി, ഇതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകൽ നീതി ആയോഗിൻ്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ രാജ്യത്തിൻ്റെ എല്ലാ സെക്ഷനെയും ഡെവലപ്മെൻറ്റിന് വേണ്ടി ജോലി ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നീതി ആയോഗിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന മൂന്നാമത്തെ അതോറിറ്റിയാണ് ഫിനാൻസ് കമ്മീഷൻ. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് തമ്മിലുള്ള നികുതി ഷെയറിങ് എങ്ങനെയാണെന്ന് അലോക്കേറ്റ് ചെയ്യുന്നു. പിന്നെ രണ്ട് സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് നികുതി ഷെയർ ചെയ്യേണ്ടത് എന്നും പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഫിനാൻസ് കമ്മീഷൻ മെയിനായിട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആയതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാവും ഈ ഒരു ഫിനാൻസ് കമ്മീഷൻ നടക്കൽ. അതുപോലെ ഒരു ഫിനാൻസ് കമ്മീഷന് അപ്പോയിൻമെൻറ്റ് ചെയ്യണമെങ്കിൽ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യൽ. പിന്നെ പറയുകയാണെങ്കിൽ 2017 നവംബറിൽ ഇന്ത്യയിലെ പ്രസിഡന്റ് NK സിംഗിനെ 15ാമത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാനായി നിയോഗിച്ചു. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരുന്നത്. 15ാമത്തെ ഫിനാൻസ് കമ്മീഷനാണ് 2017. അപ്പോൾ 5 വർഷത്തിലാണ് ഇത് ചേഞ്ച് വരിക. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ ഉണ്ടാക്കിയത് BR അംബേദ്കർ ആണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാനായി പറയുന്നത് ശ്രീ KC നിക്കോയിയാണ്. അപ്പോൾ 1952-ലാണ് ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷന് അംബേദ്കർ ഉണ്ടാക്കിയത്. ഇനി ഫിനാൻസ് കമ്മീഷൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ എന്നാൽ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ ഓരോ ഫിനാൻസ് കമ്മീഷനും 5 വർഷമാണ് ടൈം. 5 വർഷം കഴിഞ്ഞാൽ ചേഞ്ച് വരും. ഇനി ഫിനാൻസ് കമ്മീഷൻ്റെ റോൾ എന്താ നോക്കാം. ആ ഫിനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഡിസ്കഷൻ എടുക്കാനുള്ള റൈറ്റ് ഫിനാൻസ് കമ്മീഷനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയി ടാക്സ് യൂണിയനും സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് ഫിനാൻസ് കമ്മീഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ പ്രധാനമായിട്ടാണ് ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ഫിനാൻസ് കമ്മീഷന് അപ്പോൾ ഉണ്ടാക്കിയത് എന്നതാണ്. അപ്പോൾ ഇത്ര കാര്യം. പിന്നെ മെയിനായിക്കാണ്ട് ഫിനാൻസ് കമ്മീഷൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കമ്മീഷൻ്റെ മെയിൻ ഡ്യൂട്ടി എന്നാൽ അപ്പോൾ പ്രസിഡൻറ്റിന് കുറച്ച് റെക്കമെൻഡേഷൻ കൊടുക്കലാണ്. ഓരോ കാര്യത്തിനും ഓരോ സ്റ്റേറ്റിലായിക്കോട്ടെ യൂണിയനിലായിക്കോട്ടെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ റെക്കമെൻഡ് ആയിക്കാണ്ട് പ്രസിഡൻറ്റിന് കൊടുക്കൽ ഫിനാൻസ് കമ്മീഷനാണ്, ഫിനാൻസിന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻസ് കമ്മീഷനിൽ നോക്കാനുള്ളത്. ഇനി പറയാൻ പോണ 4ാമത്തെ അതോറിറ്റിയാണ് അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്നാലും ഒന്നും കൂടി വിശദീകരിച്ച് തരാണേ. അപ്പോൾ 1934 അപ്പോൾ RBI ആക്ട് പാസ്സാക്കുന്നത്, അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. അപ്പോൾ 1948 RBI പൊതു ഉടമസ്ഥതയിലേക്കുള്ള കൈമാറ്റ നിയമം പാസ്സാക്കുന്നത്. അതുപോലെ 1949 ജനുവരി 1 RBI ദേശസൽക്കരിക്കപ്പെട്ടു. അപ്പോൾ RBIയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയിലാണ്. പിന്നെ അതേപോലെ RBIയുടെ നിലവിലെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. അപ്പോൾ അദ്ദേഹം ഈ ഗവർണർ 2024 ഒക്ടോബർ വരെയാണ് ഗവർണറായിക്കാണ്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വേറെ ആളാണ്. അതുപോലെ രാജ്യത്ത് പണനയം രൂപപ്പെടുത്തുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കായ RBIക്കാണ്. അതായത് പണം ഉണ്ടാക്കാനില്ല അധികാരം ആർക്കല്ലത്, നമ്മൾ സെൻട്രൽ ബാങ്കായ RBIക്ക് മാത്രമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് RBIൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. അതായത് മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് പോളിസി മെഷേഴ്സ്, പിന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, പിന്നെ ടെക്നോളജി ആൻഡ് പേയ്മെൻറ്റ് സിസ്റ്റം, പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ആൻഡ് കോഓപ്പറേറ്റീവ് ബാങ്കിങ്. അപ്പോൾ മുതലായതിലൊക്കെ RBIക്ക് നിർണായക പങ്കുണ്ട് കേട്ടോ. അതേപോലെ കറൻസി ഉണ്ടാക്കുന്നതിലും പിന്നെ മറ്റ് രാജ്യങ്ങൾക്ക് ശേഖരം കൈകാര്യം ചെയ്യുന്നതിലും മാത്രമല്ല അപ്പോൾ RBI അപ്പോൾ പ്രവർത്തിക്കുന്നത്. മറ്റ് ഫങ്ഷൻസ് RBIക്ക് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് RBI ആക്ട്സ് ആസ് ബാങ്കർ, ഫിസ്ക്കൽ ഏജൻറ്റ് ആൻഡ് അഡ്വൈസർ ടു ദ ഗവൺമെൻറ് ഓഫ് ദ ഇന്ത്യ. അതായത് അപ്പോൾ RBI എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ബാങ്കറാണ്, ധനകാര്യ ഏജൻറ്റാണ്, പിന്നെ അഡ്വൈസറാണ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. പിന്നെ സർക്കാരിൻ്റെ ബാങ്കർ എന്ന നിലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിക്ഷേപങ്ങൾ സൂക്ഷിക്കുകയും സർക്കാരുകൾക്ക് വേണ്ടി പണമടക്കുകയും ചെയ്യുന്നത് കേന്ദ്ര ബാങ്കാണ്. പിന്നെ അങ്ങനെ സർക്കാരിൻ്റെ പണത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും സൂക്ഷിപ്പുകാരനാണ് ഇത്. പിന്നെ അടുത്ത പോയിന്റ്, ഒരു ധനകാര്യ ഏജന്റ് എന്ന നിലയിൽ സർക്കാരിനു വേണ്ടി RBI ബോണ്ടുകളും ട്രഷറി ബില്ലുകളും ഉണ്ടാക്കുന്നു. പിന്നെ അതേപോലെ സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ സർക്കാർക്ക് ഉണ്ടാകുന്ന പൊതുകടം RBI കൈകാര്യം ചെയ്യുന്നു. പൊതുകടങ്ങളൊക്കെ RBI അപ്പോൾ കൈകാര്യം ചെയ്താണ് സർക്കാരിന് അപ്പോൾ പൊതുകടം ഇല്ലാതാക്കുകയും ചെയ്യുന്നത് RBI ആണ്. പിന്നെ സർക്കാർ അക്കൗണ്ടിലേക്ക് പൊതുജനങ്ങളിൽ നിന്ന് നികുതിയും മറ്റ് പേയ്മെൻറ്റുകളും സ്വീകരിക്കുന്നതും RBI ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി പറയാനുള്ളത്. ഇനി 5ാമത്തെ അതോറിറ്റിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ അത് വിശദീകരിച്ച് നോക്കാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 148 കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ഉള്ളത്. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൻ്റെ തലവനാണ്. അപ്പോൾ CAG അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ പൊതുസമ്പത്തിൻ്റെ സംരക്ഷകനാണ്. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ മാത്രമല്ല, അപ്പോൾ ഈ CAG എന്ന് പറയുന്ന ഈ ഒരു വകുപ്പും അപ്പോൾ അക്കൗണ്ട്സും അതേപോലെ തന്നെ ഫിനാൻസും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളാണ്. കൂടാതെ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും 2 തലങ്ങളിലും രാജ്യത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയെയും നിയന്ത്രിക്കുന്നത് അപ്പം CAG ആണ്. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് CAG നിയമിക്കാൻ കഴിയും. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റാണ് അപ്പോൾ CAG നിയമിക്കൽ. പിന്നെ അതേപോലെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 151 പ്രകാരം ഓഡിറ്റ് ചെയ്ത അപ്രോപ്രിയേഷൻ ആൻഡ് ഫിനാൻസ് അക്കൗണ്ടുകൾ CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾക്കൊപ്പം ഇന്ത്യൻ പ്രസിഡന്റിന് സമർപ്പിക്കുന്നു. തുടർന്ന് ഈ അക്കൗണ്ടുകളും റിപ്പോർട്ടുകളും പാർലമെൻറ്റിന് മുന്നിൽ വെക്കുന്നു. അപ്പോൾ CAGന് 3 ഓഡിറ്റ് റിപ്പോർട്ടുകൾ പ്രസിഡന്റിന് സമർപ്പിക്കുന്നു. അത് ഒന്നാമതാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടുകളെക്കുറിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ട്, രണ്ടാമത് ധനകാര്യ അക്കൗണ്ടുകളെക്കുറിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ട്, മൂന്നാമത് പൊതുസ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ മെയിനായി കണ്ട് നോക്കുന്നത് അപ്പോൾ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കൺട്രോളർ ആയിക്കോട്ടെ, അപ്പോൾ ഈ അതായത് നമ്മൾ അക്കൗണ്ട് ചെക്ക് ചെയ്യുക, ഫിനാൻസും കാര്യങ്ങളൊക്കെ നോക്കുക, അത് എല്ലാം കൂടി നോക്കിക്കാണ്ട് അത് നേരെ പ്രസിഡന്റിന് സമർപ്പിക്കുന്ന വ്യക്തിയാണ് ആര്, നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ
അപ്പോൾ സർക്കാർ മറ്റ് സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഗ്രാൻറ്റുകളും വായ്പകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളും CAG പരിശോധിക്കുന്നു. പിന്നെ അതേപോലെ 1971 യൂണിയൻ പാർലമെൻറ്റ് പാസാക്കിയ നിയമത്തിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളുടെയോ അതോറിറ്റികളുടെയോ ഓഡിറ്റ് ഏറ്റെടുക്കാൻ അനുവദിക്കുന്ന ഒരു വ്യവസ്ഥയുമുണ്ട് ഈ എന്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യം എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ.